بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ വാരാന്ത പഠന വേദിയിലാണുള്ളത്. നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ അറിയാൻ, അത് കേട്ട് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ്. അള്ളാഹു നമ്മുടെ ഈ നല്ല നിയ്യത്ത് ഖബൂൽ ചെയ്ത് അത് കാരണമായി നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുക്കട്ടെ. നമ്മുടെ മുഴുവൻ ഉദ്ദേശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ. നാം 16-ാമത്തെ ഹിസ്ബിൽ അവസാന ഭാഗത്താണുള്ളത്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ മലക്കുകളെക്കാളും എല്ലാ അംബിയ മുർസലീങ്ങളെക്കാളും എല്ലാം കൊണ്ടും അറിവുള്ള ആൾ എന്ന് നാം വിശദീകരിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. വഅമ്മ ളമ്മു ജിബ്രീൽ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ അവ്വലമാ അതാഹു ബിൽ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബിയുടെ ഗുരുവല്ല, ഉസ്താദല്ല എന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു. അപ്പോൾ അല്ലമഹു ഷദീദുൽ ഖുവ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഷദീദുൽ ഖുവ, ശക്തവാനായ ഒരു മലക്ക് തിരുനബിയെ പഠിപ്പിച്ചു, തിരുനബിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു എന്നർത്ഥം വരുന്നൊരു സൂക്തമുണ്ടല്ലോ. ആ സൂക്തം അതനുസരിച്ച് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഗുരുവാണെന്ന് തോന്നും. അതിന് ഇമാമിങ്ങൾ ഷറഹുൽ മവാഖിഫിലും മറ്റു അഖീദയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കിതാബുകളിലൊക്കെ പറഞ്ഞു, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കേവലം ഒരു മാധ്യമം, മധ്യസ്ഥനാണ്. അള്ളാഹുവിൻ്റെ സന്ദേശം തിരുനബിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മധ്യസ്ഥനാണ്, മാധ്യമമാണ് ജിബ്രീൽ അലൈഹി സ്വലാം എന്നേ അതിനർത്ഥമുള്ളൂ എന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചു. കാരണം അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലമക മാലം തകും തഅലം, നിങ്ങൾക്കറിയാത്തത് അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നു എന്ന് അള്ളാഹു തന്നെ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വഹയി ആദ്യമായി വന്ന ആ സന്ദർഭം, ഹിറ ഗുഹയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഒറ്റക്കായി ഹിറ ഗുഹയിലിരിക്കുമ്പോൾ ഹിറ ഗുഹയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഖുർആനുമായി വന്നല്ലോ. ആ സന്ദർഭം അവിടെ ജിബ്രീൽ അലൈഹി സ്വലാം റസൂലുള്ളാഹിയോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖ്റ എന്ന് പറഞ്ഞു. ഇഖ്റ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം, നേരെ അർത്ഥം ഓതുക എന്നാണ്. ഓതുക എന്ന് പറയുമ്പോൾ മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഓതുന്ന പതിവ് തിരുനബിക്ക്, ഓതിക്കൊടുക്കുന്ന പതിവ് തിരുനബിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പതിവുണ്ടെങ്കിലല്ലേ അങ്ങനെ ഓതുക എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കങ്ങനെ ഒരു പതിവില്ല. മാ അനബി ഖാരിഇൻ, ഞാനങ്ങനെ അറിയപ്പെട്ട ഒരു ഓത്ത്, ഒരു പാരായണം നടത്തുന്ന വ്യക്തിയല്ല എന്ന് മറുപടി പറഞ്ഞു. അന്നേരം ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പിടിച്ച ഒരു സംഭവമുണ്ട്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയെ 3 പ്രാവശ്യം ആ വരവിൽ തിരുനബിയെ കൂട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. അതിൻ്റെ രഹസ്യമെന്താ? ചിലർ പറഞ്ഞു അത് ഒരു ഗുരു വിദ്യാർത്ഥിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന നടപടിയാണ്. അത് അബദ്ധമാണ്. 2 അബദ്ധമുണ്ട് അതിൽ. ഒന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ഒരിക്കലും ഗുരുവല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരുവുമല്ല, മറ്റു ആദം നബി മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള ഒറ്റ നബിമാരുടെയും ഗുരുവല്ല. അപ്പോൾ പിന്നെ ആ പറഞ്ഞത് എങ്ങനെ ശരിയാകും? മറ്റൊന്ന്, ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം വന്നുകൊണ്ടങ്ങ് പറഞ്ഞതാണ് ഇഖ്റ. അപ്പോൾ ഓതാതിരുന്നതിന് ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത് പൂർണ്ണമായും അബദ്ധ. ശിക്ഷിക്കാൻ തന്നെ ശിക്ഷിക്കണേ ആദ്യം ഓതി കൊടുക്കണ്ടേ? വന്ന ഉടനെ ഇഖ്റ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓതാത്തതിന് എന്ത് ശിക്ഷ? അപ്പോൾ ആ പറഞ്ഞ അഭിപ്രായം അബദ്ധമാണ്. പിന്നെ എന്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടിപ്പിടിച്ചതിൻ്റെ അർത്ഥം? അതാണ് മൗലിദുൽ ഹുസ്നൈനി ഇനി പറയാൻ പോകുന്നത്. വഅമ്മാ ളമ്മു ജിബ്രീൽ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കലും റസൂലുള്ളാഹിയുടെ ഗുരു അല്ലെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയെ കൂട്ടിപ്പിടിച്ചത് സലാസൻ, 3 പ്രാവശ്യം കൂട്ടിപ്പിടിച്ചത്. അവ്വലമാ അതാഹു ബിൽ ഖുർആൻ, ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനുമായി തിരുനബിയെ ആദ്യമായി സമീപിച്ച സന്ദർഭം കൂട്ടിപ്പിടിച്ചല്ലോ 3 പ്രാവശ്യം. അതിൻ്റെ മീനിങ് എന്താണ്? അത് എന്താണ് അർത്ഥമാക്കുന്നത്? ഫൽ അവ്വലു, ആദ്യമായി കൂട്ടിപ്പിടിച്ച ആദ്യത്തെ പിടുത്തം തവസ്സുലു ജിബ്രീല ബിഹി ലിയനാല മിനല്ലാഹി അബദിയ്യ റിദ്വാൻ, അതാണ് ലക്ഷ്യം. ആദ്യമായി ജിബ്രീൽ ഇസ്ലാം കൂട്ടിപ്പിടിച്ചതിൻ്റെ അർത്ഥം തവസ്സുലു ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയെ കൊണ്ട് ഇടതേടലാണ്. ആ പ്രവൃത്തിയിലൂടെ അള്ളാഹുവിലേക്ക് ഇടതേടി ലിയനാല മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് ലഭിക്കാൻ വേണ്ടി അബദിയ്യ റിദ്വാൻ, ശാശ്വതമായ പ്രീതി. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒരിക്കലും അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യാതെ ജിബ്രീൽ അലൈഹിസ്സലാമിനിക്ക് ശാശ്വതമായ പൊരുത്തം കിട്ടാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയായിരുന്നു റസൂലുള്ളാഹിനെ ആദ്യമായിട്ട് റസൂലുള്ളാഹിനെ സ്പർശിക്കാൻ, റസൂലുള്ളാഹിനെ കണ്ടുമുട്ടുകയാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ അതുകൊണ്ട് അന്നേരം റസൂലുള്ളാഹിനെ കൊണ്ട് ബറക്കത്തെടുത്തതാണ് ജിബ്രീൽ അലൈഹിസ്സലാം. റസൂലുള്ളാഹിനെ ശിക്ഷിച്ചതല്ല, അത് തെറ്റാണ്. റസൂലുള്ളാഹിയെ കൊണ്ട് ബറക്കത്ത് എടുത്തു. റസൂലുള്ളാഹിനെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ ആലിംഗനം ചെയ്ത് അതുവഴി അള്ളാഹുവിലേക്ക് ഇട തേടുകയാണ്. റബ്ബേ, നീ എന്നെ തൃപ്തിപ്പെടണമേ, നിൻ്റെ പൊരുത്തം എനിക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥനയാണ്, അതിനുള്ള പ്രവൃത്തിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയത്. എന്നാൽ പിന്നെ 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യം അതുപോലെ ചെയ്തതോ? വസാനി,
രണ്ടാം പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ചെയ്തത് ലിയദ്ഖുല ഫീ ജാഹിൻ നബിയ്യി തുഫ്ഹാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ സ്ഥാനം, മഹത്വം, ആ റസൂലുള്ളാഹിൻ്റെ വലിയ മഹത്വത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമും ഉൾപ്പെടാനാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിൻ്റെ ഖാദിമ. ആ നിമിഷം മുതൽക്ക് റസൂലുള്ളാഹിൻ്റെ ഖാദിമാവുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ജാഹി, സ്ഥാനം, അതിൻ്റെ ഒരു ഭാഗം ഖാദിമായ ജിബ്രീൽ അലൈഹിസ്സലാമിനും ഉണ്ടാവും. അപ്പം അത് കിട്ടാൻ വേണ്ടിയാണ് അല്ലാഹു തആല പല സൃഷ്ടിയാളെയും പല പരീക്ഷണങ്ങളും നൽകി ചിലപ്പോൾ അള്ളാഹു ക്യാൻസൽ ചെയ്യും. ഇബ്ലീസിന് അല്ലാഹു തആല വലിയ സ്ഥാനവും മാനവും കൊടുത്ത് പിന്നെ ഇബ്ലീസിനെ അള്ളാഹു ശപിച്ച് അവനെ അള്ളാഹു വിദൂരത്താക്കി. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾക്കൊക്കെ നന്നായി അറിയാം. അതുകൊണ്ട് ആദ്യം അള്ളാഹിൻ്റെ പൊരുത്തം, കാലാകാലം അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ അത് കിട്ടാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി റസൂലുള്ളാഹിനെ കൊണ്ട് ഇട തേടിയത്. രണ്ടാമതായി ചെയ്തത് റസൂലുള്ളാഹിൻ്റെ ഒരു ഖാദിമായി എന്നെ എപ്പോഴും നിർത്തണം, റസൂലുള്ളാഹിൻ്റെ സ്ഥാനം, ആ മഹത്വം എനിക്ക് കിട്ടണം എന്നുള്ള നിലക്ക്. വസാലിസു ലിയദ്ഖുല ഫീ ഉമ്മത്തിഹി സലീമത്തി മിനൻ നുഖ്സാൻ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഈ റസൂലുള്ളാഹിനെ എങ്ങനെ കൂട്ടിപ്പിടിക്കുന്നതിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രത്യേക ഒരു പ്രാർത്ഥനയും ലക്ഷ്യമുണ്ട്. പ്രാർത്ഥനാപൂർവമായ കൂട്ടിപ്പിടുത്താണത്. ചില ആളുകളൊക്കെ വലിയ സ്വാലിഹീങ്ങളെ കാണുമ്പോൾ അവരെ കൈ ചുംബിക്കുന്നതും അവരെ കൈ പിടിക്കുന്നതും അവരെ ആലിംഗനം ചെയ്യുന്നതും, അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരുടെ മക്ബറയിൽ ചെല്ലുമ്പോൾ ആ മക്ബറയുടെ മുകളിലുള്ള വിരിപ്പ്, ആ വിരിപ്പിനെ തൊടുന്നതും ചുംബിക്കുന്നതും ഒക്കെ ഒരു പ്രാർത്ഥനയാണ്. അതിലൊക്കെ അവർക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളും നിയ്യത്തുകളും പ്രാർത്ഥനകളും ഉണ്ടാവും. അത് അങ്ങനെയുള്ള ഉദ്ദേശം, നല്ല ഉദ്ദേശവും കൽബുള്ള ആളുകൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുകയും ചെയ്യും. എന്നതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രവർത്തനത്തിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രത്യേക ലക്ഷ്യവും പ്രാർത്ഥനയുമുണ്ട്. വസാലിസു, മൂന്നാമത്തത് ലിയദ്ഖുല ഫീ ഉമ്മത്തിഹി സലീമത്തി മിനൻ നുഖ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിൻ്റെ ഉമ്മത്ത് മുഹമ്മദിയത്തിൽ അസ്സലീമത്തി മിനൻ നുഖ്സാൻ, ന്യൂനത ഇല്ലാത്ത ഉമ്മത്ത് മുഹമ്മദിയ, അത് ഈ ഉമ്മത്ത് മുഹമ്മദിയത്ത്, റസൂലുള്ളാഹി ഭൂമിയിൽ വന്നതിൻ്റെ ശേഷമുള്ള ഉമ്മത്ത് മുഹമ്മദിയത്ത്, അവരാണ് ന്യൂനതയില്ലാത്ത ഉമ്മത്ത് മുഹമ്മദിയത്ത്. മുമ്പ് കഴിഞ്ഞു പോയ ഉമ്മത്തൊക്കെ ഉമ്മത്ത് മുഹമ്മദിയത്താണെങ്കിലും അവർക്ക് ന്യൂനതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഉള്ള ഉമ്മത്തായ കൂട്ടരാണ് അവർ. ജനങ്ങളൊക്കെ ഭൂമിയിലാണുള്ളത്, മനുഷ്യന്മാരൊക്കെ ഭൂമിയിലാണുള്ളത്, ഉമ്മത്തുള്ളത് ഭൂമിയിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഉമ്മത്തായ ആളുകൾ റസൂലുള്ളാഹിയെ എത്രയോ അകലത്ത് വെച്ചിട്ടാണ് റസൂലുള്ളാഹിയെ ഉൾക്കൊള്ളുന്നത്. അവരുടെ പ്രവാചകന്മാർ, അതാത് സമുദായത്തിൻ്റെ പ്രവാചകന്മാർ റസൂലുള്ളാഹിയിൽ നിന്ന് റസൂലുള്ളാഹിയുടെ നൂറ് കൈവരിച്ച് ആ നൂറ് ഓരോ പ്രവാചകന്മാരും അവരുടെ സമുദായത്തിന് നൽകുന്നു. അള്ളാഹുവിൻ്റെ അർശിലേക്ക് ഭൂമിയിൽ നിന്നുള്ള വൈദൂരം കോടാനുകോടി പ്രകാശവർഷം. ആ അർശിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അർശിന്ന് പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സങ്കേതമായിരുന്ന അല്ലെങ്കിൽ സെൻ്ററായിരുന്ന
ഹഖീഖത്ത് മുഹമ്മദിയത്തിൻ്റെ സെൻറ്ററിലേക്ക് എത്തണമെങ്കിൽ ഭൂമിയിൽ നിന്ന് അർശിലേക്കുള്ളതിനേക്കാൾ കൂടുതൽ വൈദൂരം ഉണ്ട്. അപ്പോൾ അത്ര അകലെ വെച്ചാണ് ഭൂമിയിലുള്ള അംബിയ മുർസലീങ്ങൾ ഹഖീഖത്ത് മുഹമ്മദിയത്തിൽ നിന്ന് പ്രകാശം കൈവരിക്കുന്നത്, അറിവുകൾ കരഗതമാക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ള ഉമ്മത്ത് ആ തിരുനബിയിൽ നിന്ന് ഡയറക്റ്റായി അറിവുകളും അവിടുത്തെ നൂറും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് എത്ര മാത്രം ഭാഗ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉമ്മത്ത് ന്യൂനതയില്ലാത്ത ഉമ്മത്ത് മുഹമ്മദിയത്താണ്. കഴിഞ്ഞുപോയ ഉമ്മത്തെല്ലാം അവർക്ക് കുറേശ്ശെ ന്യൂനതയുണ്ട്. അപ്പം ഈ ഉമ്മത്ത് മുഹമ്മദിയത്തിൽ പ്രവേശിക്കാൻ ഇതിൽ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെയും പെടുത്താൻ വേണ്ടി ആ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള പെടുത്തമാണ് മൂന്നാമതായി റസൂലുള്ളാഹിയെ കൂട്ടിപ്പിടിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നല്ലാതെ അത് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ മര്യാദ പഠിപ്പിച്ചതല്ല. റസൂലുള്ളാഹിനെ മര്യാദ പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് കഴിയുമോ? ഇവിഷയം നാം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെയാണെന്ന് കാലഘട്ടത്തിൻ്റെ ഗൗസും കുതുബുമായിരുന്ന അബ്ദുൽ അസീസ് ദബ്ബാഗ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അൽ ഇബ്രീസ് എന്ന ഗ്രന്ഥത്തിൽ അത് വിവരിച്ചതായി കാണാം. വഖൗലു ജിബ്രീൽ ഇഖ്റ തംബീഹുൻ അൻ തുസ്ഗിയ ഇലൈഹിൽ ഉദ്നാൻ. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ഉടനെ ഇഖ്റ ഓതുക എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഓതുക അത് ഓതാൻ വേണ്ടി പറഞ്ഞതല്ല ജിബ്രീൽ അലൈഹിസ്സലാം, മറിച്ച് അത് ശ്രദ്ധിക്കുക എന്ന അർത്ഥത്തിനാണ്. സാധാരണ ആദ്യമായി റസൂലുള്ളാഹി ഖുർആൻ അതുവരെ ഓതി നോക്കിയിട്ടില്ല. അപ്പം ആദ്യമായി ഓതാൻ പറയുമ്പോൾ അത് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. നമ്മളൊരാൾക്ക് ഒരു പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന വ്യക്തിക്ക് അദ്ദേഹം തീരെ കേൾക്കാത്തൊരു പാട്ട് ആദ്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പാടിക്കൊടുക്കുമ്പോൾ അതിൻ്റെ മുന്നോടി നമ്മൾ പറയും പാട് എന്ന് പറയും. പാട് എന്ന് പറഞ്ഞാൽ ഞാൻ പാടുന്നത് പോലെ പാട്, ഞാനിപ്പോൾ പാടും, ഞാൻ ഈ പാടുന്നത് പോലെ പാട് എന്നതിൻ്റെ അർത്ഥം. എന്നല്ലാതെ പാട് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ പാടാറുള്ള പാട്ട് പാട് എന്നല്ല. അപ്പോൾ റസൂലുള്ളാഹിനോട് ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഉദ്ദേശിച്ചത് ഞാൻ ഓതാൻ പോകുന്ന സൂക്തങ്ങൾ നിങ്ങൾ ഓതൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഉണരൂ, ശ്രദ്ധിക്കൂ എന്നർത്ഥത്തിനാണത്. ഞാൻ ഓതുവാൻ പോവുകയാണ് എന്നർത്ഥമുള്ളൂ. ഇഖ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഓതാൻ പോകുന്നു. അപ്പോൾ തിരുനബി പറഞ്ഞു മാ അന ബിഖാരിഇൻ. അതെന്താ റസൂലുള്ളാഹിക്ക് അത് തിരിയാതിരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം ഉദ്ദേശിച്ച അർത്ഥം റസൂലുള്ളാഹി അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ പതിവായി ഓതാറുള്ള സാധനം ഓതൂ എന്നർത്ഥം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മറുപടി കൊടുത്തത് മാ അന ബിഖാരിഇൻ, ഞാൻ അങ്ങനെ പതിവായി ഓതുന്ന ആളല്ല എന്ന് മറുപടി കൊടുത്തത്. അത് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി പറഞ്ഞതിൻ്റെ ലക്ഷ്യം ബോധ്യമായില്ല? അതിൽ വേറൊരു രഹസ്യമുണ്ട്. ഈ സംഭവം റസൂലുള്ളാഹി പിന്നെ ലോകത്തോട് വിളിച്ച് പറയാണ് ആദ്യമായി വഹയി ഇറങ്ങി വന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനുമായി
ഹിറയിലേക്ക് വന്ന സംഭവം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണമാണ് ഉമ്മി, എഴുത്തും വായനയും പഠിക്കാത്ത ആൾ എന്നതിൻ്റെ അർത്ഥം. എഴുതുകയോ വായിക്കുകയോ ചെയ്യാറില്ലാത്ത ആൾ. അപ്പം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മി തന്നെയാണ് എന്ന് ലോകത്തുള്ള എല്ലാവരും അറിയട്ടെ. അതിന് അള്ളാഹു എടുത്തൊരു പണിയാണ് അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പം അതിൻ്റെ അർത്ഥം തിരിയണ്ടെന്ന് വെച്ചു. അള്ളാഹു എല്ലാം ചെയ്യുന്നത് അള്ളാഹു ആണ്. അള്ളാഹു തആല ചിലത് അറിയണ്ട തിരിയണ്ട എന്ന് വിചാരിച്ചാൽ ആർക്കും അത് തിരിയൂല്ല, അറിയൂല്ല. അതിൽ നബിയും കണക്കന്നെ, മലക്കും കണക്കന്നെ, എല്ലാ സൃഷ്ടികളും അതിൽ കണക്കാണ്. അപ്പോൾ ജിബ്രീൽ സ്വലാം ഇഖ്റ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് അതിൻ്റെ അർത്ഥം മറ്റൊന്ന് തിരിയട്ടെ എന്ന് അള്ളാഹു വിചാരിച്ചു. അപ്പോൾ മറ്റൊരർത്ഥം റസൂലുള്ളാഹിക്ക് തിരിഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ മറുപടി മാ അനബി ഖാരിഇൻ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞത് പിന്നെ മാലോകരോട് വിളിച്ചു പറയാം. അപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹിറാ ഗുഹയിലേക്ക് വന്ന് ഖുർആൻ കൊടുക്കുന്ന ആ സമയം വരെ ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഓത്തും വായനയും പഠിച്ച ആളല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ തിരുനബി പിന്നീട് പറയുന്ന ദിവ്യവചനങ്ങൾ അത് അള്ളാഹുവിൻ്റെ സന്ദേശം തന്നെയാണ്. അത് ഏതോ പുസ്തകം നോക്കി ഓതുകയല്ല, പറയുകയല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാനായി. വഖൗലു ജിബ്രീല, അതാണ് ഇനി പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ഇഖ്റ എന്ന് തിരുനബിയോട് പറഞ്ഞത് തംബീഹുൻ, അത് ഉണർത്തലാണ്. അൻ തുസ്ഗിയ ഇലൈഹിൽ ഉദ്നാൻ, നബി തങ്ങളുടെ രണ്ട് കാതുകളും ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് ശ്രദ്ധിക്കണം എന്നുള്ള ഉണർത്തലാണ്. ശ്രദ്ധിക്കണേ എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. ഇഖ്റ, നല്ല സശ്രദ്ധം കേൾക്കണേ എന്നതിൻ്റെ അർത്ഥം. വഫീ തക്റാരിഹി, ആ വാക്ക് ആവർത്തിച്ചു, 3 പ്രാവശ്യം ആവർത്തിച്ചു. അത് 3 പ്രാവശ്യം ആവർത്തിച്ചത് മുബാലഗ, അത് കൂടുതൽ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. വതമഹുലുൻ മഅ ഫുആദിൻ ദഹ്ശാൻ, ആദ്യമായി ദിവ്യ സന്ദേശം, മലക്കിലൂടെ ദിവ്യ സന്ദേശം ആദ്യമായി ലഭിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അന്നേരം അവിടെ ഉണ്ടാകുന്ന ഒരു അപരിചിതത്വം, അന്നേരം ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തി, ചെറിയൊരു പരിചയമില്ലാത്ത അവസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം സാവകാശം പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. സാവകാശം പറയാം, വഹി തമഹുലുൻ, സാവകാശം സ്വീകരിച്ചു. മഅ ഫുആദിൻ ദഹ്ശാൻ, പരിഭ്രാന്തിയിലായ ഹൃദയത്തോടുകൂടെ സാവകാശം സ്വീകരിക്കാനുമാണ് 3 പ്രാവശ്യം ഇഖ്റ എന്ന് പറഞ്ഞതിന് ശേഷം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതുവരെയുള്ള സൂക്തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി ഓതി കേൾപ്പിച്ചത്. അവ്വലമായ യഅ്തീഹി സിഖലുൽ വഹി, ദിവ്യ സന്ദേശത്തിൻ്റെ ഭാരം ആദ്യമായി തിരുനബിക്ക് എത്തുകയാണ്. അന്നേരം തിരുനബിക്ക് വെപ്രാളമുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു എന്തുകൊണ്ടാണ് ദിവ്യ സന്ദേശം വരുമ്പോൾ തിരുനബിക്ക് ഭാരം അനുഭവപ്പെടുന്നത്, തിരുനബിക്ക് വിയർപ്പും മാനസികമായ ഗുഡ്സും അനുഭവപ്പെടുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം വരുന്നത്. ഈ രൂപത്തിലുള്ള ദിവ്യ സന്ദേശം മനസ്സിലേക്ക് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ഇൽഹാം എന്ന് പറഞ്ഞ ദിവ്യ സന്ദേശമുണ്ട്. അത് തിരുനബിക്ക് ശൈശവം മുതൽക്കേ ഉള്ളതാണ്. ഇൽഹാം എന്ന് പറഞ്ഞ ദിവ്യ സന്ദേശം, മലക്ക് വഴിയുള്ള, മലക്ക് വന്നിട്ട് മലക്കിലൂടെ അള്ളാഹുവിൻ്റെ തജല്ലി ഉണ്ടായി, അങ്ങനെയുള്ള ദിവ്യ സന്ദേശം, അതാണ്
ഹിറാ ഗുഹയിൽ ആദ്യമായിട്ട് വരുന്നത്. വലിത ഇങ്ങനെ ആദ്യമായി വഹി വന്ന സന്ദർഭം, വഹിയിൻ്റെ ഭാരം വന്ന സന്ദർഭം റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലേക്ക് ഉണ്ടായ പരിഭ്രാന്തി, അത് കാരണമാണ് ഹമല ഇഖ്റ എന്ന വാക്കിനെ റസൂലുള്ളാഹി ചുമത്തിയത് അലൽ അംരി ബിൽ ഖുർആൻ. അത് ഓതാൻ വേണ്ടി പറയുകയാണ് എന്നാണ് റസൂലുള്ളാഹി കൊടുത്ത അർത്ഥം. എന്തല്ല, ഇഖ്റ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നർത്ഥമല്ല നബി തങ്ങൾ മനസ്സിലാക്കിയത്, ഓതാൻ വേണ്ടി കൽപ്പിക്കുകയാണെന്ന്. ഫഖാല, അങ്ങനെ കൽപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മാ നബി ഖാരി, ഞാനങ്ങനെ ഓതാറുള്ള ആളല്ലല്ലോ. ഐ ബി ദി മഅഹൂദി ഖുർആൻ, അറിയപ്പെട്ട ഒരു ഓത്ത്, ഒരു പാരായണം, അറിയപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ദിവ്യവേദത്തിൻ്റെ ഭാഗം പാരായണം ചെയ്യുന്ന ആളല്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞു. വഫീഹി, ഈ സംഭവത്തിലുണ്ട് ഹിക്മത്തു ഇൽഹാരി ഉമ്മിയ്യത്തിഹി ബൈന അഹ്ലിൽ ബുത്ലാൻ, അധർമ്മികൾക്കിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എഴുത്തും വായനയും പഠിക്കാത്ത ആളാണ് എന്നുള്ള സത്യം അത് തുറന്നു പറയുക, അത് പ്രകടമാക്കുക എന്ന യുക്തിയും ഈ സംഭവത്തിലുണ്ട്. അതാ മഹാനബി ഖാരി എന്ന് വ്യക്തമായി പറഞ്ഞത്. തിരുനബിയുടെ ഉമ്മിയ്യ്, അക്ഷരം പഠിക്കാത്ത, വായന പഠിക്കാത്ത ആ അവസ്ഥ, അത് അന്നേരം വരെ നിലനിന്നിരുന്നു എന്ന് വ്യക്തമാക്കൽ അതും ഇതിൻ്റെ യുക്തിയിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ളം വഅലാ ആലിഹി മാദാമൽ മലവാൻ. അല്ലാഹുവേ, നിൻ്റെ അത്യുന്നതരായ ഹബീബിന് നീ സ്വലാത്തും സലാമും നിൻ്റെ ആത്മീയാഭിവൃദ്ധിയും നൽകണേ അവിടുത്തെ ബന്ധുക്കൾക്കും. മാദാമൽ മലവാൻ, രാപ്പകലുള്ള കാലത്തോളം. അല്ലദീ ബിൻ ഹുസ്നിൽ മാനബി, ആ തിരുഹബീബിൻ്റെ മിൻ ഹുസ്നിൽ മാനബി, ആന്തരിക ഭംഗിയിൽപ്പെട്ടതാണ്. അന്നൽ അവ്വലീന മിനൽ അംബിയാഇ വഗൈരിഹിം മിൻഹു അഖദുൽ ഇർഫാൻ. അല്ലാഹ്, വലിയ മഹത്വം. ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ഒരാൾക്കുമില്ലാത്ത മഹത്വം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ആർക്കും ലഭിക്കാത്ത മഹത്വമാണ്. അന്നൽ അവ്വലീൻ, മുമ്പ് കഴിഞ്ഞു പോയ എല്ലാവരും എന്ന് പറഞ്ഞാൽ മിനൽ അംബിയായി, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ, വഗൈരിഹിം, പ്രവാചകന്മാരല്ലാത്തവരും, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മൽക്കുകളും പ്രവാചകന്മാരും എല്ലാവരും മിന്നു അഖദുൽ ഇർഫാൻ, അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് ദിവ്യജ്ഞാനം കരഗതമാക്കിയത്, അറിവും കരഗതമാക്കിയത്. നബി തങ്ങളിലൂടെയല്ലാതെ ഒരൊറ്റ മലക്കിനോ പ്രവാചകനോ വലിയനോ പണ്ഡിതനോ ലോകത്ത് ഒരു വ്യക്തിക്കും ഒരു അറിവും ലഭിക്കുന്നില്ല. റസൂലുള്ളാഹിയിലൂടെ അല്ലാതെ ലഭിക്കൂല. ഫി ആലമിൽ അർവാഹി വൽ അജ്സാം, അത് ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകത്തും, അതുപോലെ ആലമുൽ അജ്സാം ബോഡികളുടെ ലോകം, തടികളുടെ ലോകം, രണ്ട് ലോകത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ആലമുൽ അർവാഹ്, ആലമുൽ അജ്സാമിൽ നമ്മളെ ശരീരത്തെ പറക്കുന്നതിന് മുമ്പ്, ആദം നബി അടക്കമുള്ള നമ്മളെല്ലാവരെയും ശരീരം പറക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞ ആത്മാക്കളുടെ ലോകത്ത് അന്ന് പല സഭകളും കഴിഞ്ഞു. അന്ന്
അമ്പിയാക്കന്മാർക്കും മലക്കുകൾക്കൊക്കെ ഇൽമ് പറഞ്ഞു കൊടുത്തത് റസൂലുള്ളാഹിന്. പിന്നെ ഈ ഭൂമിയിൽ വന്നതിന് ശേഷവും എല്ലാ അമ്പിയാക്കന്മാർക്കും ഇൽമു ലഭിക്കുന്നത് റസൂലുള്ളാഹിയിലൂടെയാണ്. വൈൻ ഖഫിയ ഹാദാ അലാ അത്ഖാൻ, എല്ലാവർക്കും ഇൽമു കിട്ടുന്നത് റസൂലുള്ളാഹിയിലൂടെയാണ്. പക്ഷേ ഈ പറഞ്ഞത് അലാ അത്ഖാൻ, പ്രഗത്ഭരായ പല പണ്ഡിതന്മാർക്കും ഈ യാഥാർത്ഥ്യം അവ്യക്തമായിട്ടുണ്ട്. പലർക്കും ഇത് മനസ്സിലായില്ല. റസൂലുള്ളാഹിയിലൂടെ അല്ലാതെ ഒരറിവും ദിവ്യജ്ഞാനവും ഒന്നും മലക്കിനോ പ്രവാചകനോ ലഭിക്കുകയില്ല എന്നുള്ള പരമസത്യം അത് ചില നിപുണരായ പണ്ഡിതന്മാർക്ക് തന്നെ തിരിയാതെ പോയി. അതല്ല ഇമാം ബൂസീരി പറഞ്ഞത്. അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിൻ്റെ മുരീദായിരുന്ന ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞില്ല അൽ മിനഹുൽ മക്കിയ്യയിൽ അബുൽ അബ്ബാസ് അൽ മുർസി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുരീദാണ്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ധാരാളം ഇൽമും മഅരിഫത്തും ലഭിച്ചവരാണ് അബുൽ അബ്ബാസുൽ മുർസി. ആ അബുൽ അബ്ബാസുൽ മുർസിയുമായി കൂടുതൽ കാലം സഹവസിച്ചു ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസുൽ മുർസിയുടെ സഹവാസം കൊണ്ട് ബൂസീരി ഇമാമിന് അവിടുത്തെ ബറക്കത്ത് കിട്ടിയപ്പോൾ ബൂസീരി ഇമാമിൻ്റെ കൽബ് നൂറായിപ്പോയി. ബൂസീരി ഇമാമിന് വലിയ മഅരിഫത്തും ഇൽമും ലഭിച്ചു. അങ്ങനെയാണ് അവർ ബുർദത്തുൽ മദീഹ്, ബുർദത്തുൽ ഷരീഫത്ത് അവർ രചിച്ചത്. അത് അബുൽ അബ്ബാസുൽ മുർസിയുടെ ബർക്കത്ത് കൊണ്ടാണ് എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി അൽ മിനഹുൽ മക്കിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ബുർദത്തുൽ ഷരീഫത്തിൽ ബൂസീരി ഇമാം പറഞ്ഞു, വലിയ മഅരിഫത്ത് പറഞ്ഞിട്ടുണ്ട്. വകുല്ലുഹും ബിർറസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമി വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദീമി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശകിലത്തിൽ ഹികമി. ആ പറഞ്ഞതിൻ്റെ ഈ രണ്ട് വരികളുടെ അർത്ഥമെന്താണ്? അത് ആലങ്കാരികമാണോ? ഒരിക്കലും ആലങ്കാരികമല്ല. പല പണ്ഡിതന്മാരും അത് ആലങ്കാരികമാണെന്ന് ധരിച്ചുപോയി. അത് ശരിയല്ല. ബൂസീരി മാമ പറഞ്ഞത് വളരെ സത്യമാണ്, പച്ചയായ സത്യമാണ്. കഴിഞ്ഞുപോയ മുഴുവൻ അംബിയാ മുർസലീങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് അവരുടെ എല്ലാ അറിവും കരഗതമാക്കിയത്. അവർ റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിൽ ക്യൂ പാലിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ അത് ആലമുൽ അർവാഹിൽ നിന്ന സംഭവമാണ്. പിന്നെ ഭൂമിയിൽ വന്നിട്ടും റസൂലുള്ളാഹിയിലൂടെയാണ് അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയത് എന്ന് ബൂസീരി അവിടെ പറയുന്നുണ്ട്. വകുല്ലു ആയിൻ അതർ റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസ്വലത് മിൻ നൂരി ബിഹിമി. ഈ പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് നൂറ് മുഹമ്മദിയായി ഹഖീഖത്ത് മുഹമ്മദിയത്തായി നിലകൊണ്ടിരുന്ന സന്ദർഭം, ആ പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്രയോ അകലെയുള്ള ഭൂമിയിലുള്ള അംബിയാ മുർസലീങ്ങളിലേക്ക് ഡയറക്റ്റ് സന്ദേശം നൽകുമായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ ലൗഹുൽ മഹ്ഫൂദിലേക്ക് സന്ദേശം നൽകും റസൂലുള്ളാഹി. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഹഖീഖത്ത് മുഹമ്മദിയത്ത് സന്ദേശം നൽകുമ്പോൾ ആ ലൗഹുൽ മഹ്ഫൂദിൽ പതിഞ്ഞ സന്ദേശം
മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ആ സന്ദേശവുമായി അമ്പിയാക്കളിലേക്ക്, പ്രവാചകന്മാരിലേക്ക് വഹിയായി ദിവ്യ സന്ദേശമായി എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കർത്തവ്യം. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ ആ വഹിയെല്ലാം എഴുതിയിരുന്നത് അത് തിരുനബിയിൽ നിന്നാണ്, നൂറ് മുഹമ്മദിയിൽ നിന്നാണ്, ഹഖീഖത്ത് മുഹമ്മദിയത്തിൽ നിന്നാണ്. ആ പക്ക സത്യമാണ് ബൂസീരി ഇമാമ് അവരുടെ ബുർദത്തു ശരീഫത്തിൽ പറഞ്ഞത്. പക്ഷേ അത് പല പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കും അത് അവ്യക്തമായി അവരത് വിശദീകരിച്ചില്ല. വാസ്തവത്തിൽ ആരിഫീങ്ങളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. വലാ യസാലു കുല്ലു ആലിമിൻ, ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവരുടെ അൽ ജവാഖീത്ത് വൽ ജവാഹിറിൽ പറഞ്ഞു. അല്ലാമ നബ്ഹാനി അവരുടെ ജവാഹിറുൽ ബിഹാർ ഫി ഫളാഇലിൻ നബിയിൽ മുഖ്താർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പല ഭാഗങ്ങളിലായി ധാരാളം ആരിഫീങ്ങളിൽ നിന്ന് ഈ വിഷയം ഉദ്ധരിച്ചു. അൽ ആരിഫ് ബില്ലാ നാസിറുൽ കീലാനി റഹിമഹുല്ല മജ്മഉൽ ബഹ്റൈനിയിൽ ഉദ്ധരിച്ചു. അങ്ങനെ പലരും ഈ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. വലാ യസാലു കുല്ലു ആലിമിൻ, എല്ലാ ആലിമും പണ്ഡിതന്മാരും യഖുദു കദാലിക, ഇങ്ങനെ റസൂലുള്ളാഹിയിൽ നിന്ന് ഇൽമ്, റസൂലുള്ളാഹി വഴി അവർ ഇൽമ് പിടിക്കുകയാണ്, ഇൽമ് കരഗതമാക്കുകയാണ്. ഇൽമ് ലഭിക്കുന്ന ആളുകൾ ഒരു പക്ഷേ അത് റസൂലുള്ളാഹിയിൽ നിന്നാണെന്ന് അറിയുന്നില്ല. റസൂലുള്ളാഹിയിലൂടെ മാത്രമാണ് എല്ലാവർക്കും ഇൽമ് ലഭിക്കുക. ഇലാ ആഖിരിസ് സമാൻ, അന്ത്യനാൾ വരെയും, ഈ ലോകം നശിക്കുന്ന സമയം വരെയും എല്ലാ ആലിമും ശാസ്ത്രജ്ഞനും അറിവുള്ളവനും അവർക്ക് അറിവ് ലഭിക്കുന്നത് റസൂലുള്ളാഹിയിലൂടെയാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.